ഇവിടെ സമ്മർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേപോലെ എവറി വീക്കെൻഡ് എവിടെയെങ്കിലും ഒരു വൺ ഡേ ട്രിപ്പിന് പോകും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സൺഫ്ലവർ ഫാമിലേക്കാണ്. ഇത് ആക്ച്വലി ഐവിക്കും കുട്ടികൾക്കും ഒരു എൻജോയ്മെൻ്റ് ആണ്. യൂഷ്വലി ഐവിക്ക് ഇതേപോലെ വിൻഡോ കൂടെ പുറത്ത് തലയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. പക്ഷെ നമുക്ക് എപ്പോഴും അവളെ അത് അലൗ ചെയ്യാൻ പറ്റില്ലല്ലോ, എസ്പെഷ്യലി ഹൈ സ്പീഡ് റോഡിൽ കൂടെ പോകുമ്പോൾ. അല്ലെങ്കിൽ ഇതേപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് കുറേ പ്രകൃതി കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് മതിയായി. ഇനി എങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങാമെന്നായി. അപ്പോൾ അവിടെ തലയൊക്കെ വെച്ച് ഉറങ്ങാമെന്നായേ. ഒരു 1 hour ഡ്രൈവ് ആയിരുന്നു ഈ സ്ഥലം നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ പോകുന്ന വഴി പ്രകൃതിയൊക്കെ കണ്ട് നമ്മൾ അവിടെ എത്തി. ഇതൊരു സൺഫ്ലവർ ഫാമാണ്. അതിൻ്റെ കൂടെ ഒരു ചെറിയ ഗ്ലാഡിയോളൈ ഫാമും ഉണ്ട്. ഇതേപോലെ ഒത്തിരി വേറെ വേറെ ഫാമുകളുണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരെണ്ണാണ് പോയത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കഫേയും പിന്നെ ചെറിയൊരു മീലും ഐസ്ക്രീമും ഒക്കെ കിട്ടുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. ഒരു ചെറിയ എമൗണ്ട് എൻട്രി ഫീയും ഉണ്ട്. എനിക്ക് തോന്നുന്നത് 3 pound പെർ പേഴ്സൺ, കിഡ്സ് ഫ്രീ അങ്ങനെയൊക്കെയാണ്. മോസ്റ്റ് ഓഫ് ദ ഫാംസിൽ ഡോഗ്സ് അലൗഡ് ആണ്. ഐവിക്ക് ഇങ്ങനെ ഒത്തിരി ആൾക്കാരുള്ള സ്ഥലത്ത് പോകുമ്പോൾ പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി ശീലിപ്പിക്കുകയാണ്. പിന്നെ ഇതേപോലെ അവളെപ്പോലെ തന്നെ വേറെ കുറേ പട്ടികളും വരും കേട്ടോ. അപ്പോൾ അങ്ങനെ മിങ്കിൾ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുപോകുന്നതാണേ. ഇവിടെ കോഫി ഷോപ്പിന് പുറമെ ഇതേപോലെ കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വക്യോലൊക്കെ വെച്ച് അവരൊരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആനിമൽസിൻ്റെ കുറച്ച് ഫിഗേഴ്സൊക്കെ വെച്ച് ജസ്റ്റ് അവർക്കൊരു ടൈം പാസിന്. വലിയ ഒരു സെറ്റപ്പ് അല്ല, എന്നാലും കുട്ടികൾക്ക് അത് ഇഷ്ടമായിരുന്നു, ചെറിയ കുട്ടികൾക്ക് കേട്ടോ. അതേപോലെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള ഒരു സെറ്റപ്പും അവർ ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ അധികം ചിലവില്ലാതെ വളരെ മിതമായിട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ. കാരണം ഇത് ആക്ച്വലി ഈ വക്യോല് ചിലപ്പോൾ ഇവിടുത്തെ മൃഗങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതായിരിക്കും. അതിലൂടെ അവരെങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാമെന്നാണ് അവർ ഇതിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നാട്ടിലും ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ വരും തലമുറയല്ലേ, ഇപ്പം ഞാൻ ജീവിച്ച കാലഘട്ടത്തിൽ പോലും ഇതേപോലെ ഒരു സെറ്റപ്പ് ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ വരും തലമുറയ്ക്ക് ഇതൊന്നും മിസ്സാവാതിരിക്കാൻ നാട്ടിൽ ഇതൊക്കെ ചെയ്യണം എന്നാട്ടോ. ഇതാണ് ആ സൺഫ്ലവറിൻ്റെ എൻട്രി. ഇവിടെ എൻട്രൻസിൽ തന്നെ ഇങ്ങനെ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കണവർക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഐവിനെയും കൊണ്ട് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ട്രൈ ചെയ്യായിരുന്നു. അധികം തിരക്കില്ലാത്ത കാരണം തന്നെ കുറേ നേരം നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റി. ഇനി ഇതൊന്നും അല്ലാതെ വേറെയും കുറേ ഫോട്ടോ സ്റ്റേഷൻസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഇതേപോലെ സൈക്കിളൊക്കെ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള പോസിൽ, അധികം തിരക്കില്ലാത്ത കാരണം നമുക്കൊക്കെ ഇഷ്ടംമാതിരി നേരം കിട്ടിയിട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സൺഫ്ലവർ ഫാമിൻ്റെ ഉള്ളിൽ കൂടെ പോയി. ഐവിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ ബാക്കി ആൾക്കാരെ കാണുമ്പോൾ അവൾക്ക് ടെൻഷൻ, അവൾക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ ടെൻഷനാണ്. ഇതൊന്നും അവൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. നമ്മൾ നടക്കാൻ പോകുന്ന സ്ഥലങ്ങൾ വിട്ട് വേറെ സ്ഥലത്ത് പോകുമ്പോൾ അവൾക്ക് എന്തോ ഭയങ്കര ഒരു ടെൻഷനാണ്. നമ്മളത് മാറ്റാൻ കൂടിയാണ് കേട്ടോ അവളെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ സ്ഥലങ്ങളെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് 2 monthsലാണ് അവളെ കിട്ടിയപ്പോൾ തൊട്ട് നമ്മൾ അവളെ നടത്താനൊക്കെ കൊണ്ടുപോകുന്നത്, ഒത്തിരി സ്ഥലങ്ങൾ ഇതേപോലെ കൊണ്ടുപോകുന്നത്. പക്ഷെ അവൾ ചേഞ്ച് ആവുന്നില്ല. എനിക്കറിയില്ല, മേ ബി അവളുടെ ജീനിലെ അങ്ങനെ ആയിരിക്കും. പേടിയാണ് മെയിൻ. നമ്മൾ വിചാരിക്കില്ലേ പട്ടികളെ കണ്ടാൽ നമ്മളാ പേടിക്കാന്ന്. അല്ല കേട്ടോ, അവർക്കാണ് പേടി. അവർക്ക് ഇല്ലാത്ത ഇൻസെക്യൂരിറ്റീസ് ഇല്ല. അത് നമ്മൾ വീട്ടിൽ ഒരെണ്ണത്തിനെ വളർത്തി നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അതേപോലെ കുട്ടികൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണുമ്പോഴും അവൾക്ക് പേടിയാട്ടോ. അവൾ നോക്കും ഇവരുടെ കൂടെ ആരെങ്കിലും ഉണ്ടോയെന്ന്. അത്രയും പ്രൊട്ടക്റ്റീവായിട്ടാണ് അവൾ നോക്കുന്നത്. വീണ്ടും ഇതേപോലെ സമ്മർ ഫോട്ടോഷൂട്ട് എന്ന നിലയിൽ ഹാറ്റൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ നോക്കി. ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ തന്നെ അടുത്തുള്ള ഗ്ലാഡിയോളൈ ഫാമിലാണ് കയറിയത്. ഐവിനെ അകത്ത് കൊണ്ടുപോകാൻ പാടില്ല. എനിക്കറിയില്ല എന്താ റീസൺ എന്ന്. അത് കാരണം അതിൻ്റെ അകത്ത് പോയില്ല, പുറത്തിരുന്ന് ഞങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്തു. പിന്നെ അതേപോലെ ഒരു സൺഫ്ലവർ വാങ്ങിയിട്ട് ആ സൺഫ്ലവർ അവളെ കൊണ്ട് ഫെച്ച് ചെയ്ത് ഓടിപ്പിച്ച് വരാനൊക്കെ ഞങ്ങൾ അതിനിടയ്ക്ക് ഒരു ശ്രമം നടത്തി. പക്ഷെ അവളെന്തോ സൺഫ്ലവർ കിട്ടിയതും അത് ഫുൾ കടിച്ച് പറിച്ച് ഈ കോലാക്കി. ഞങ്ങൾ 1 pound കൊടുത്ത് വാങ്ങിയ സൺഫ്ലവറാണ് കേട്ടോ. അത് മുഴുവൻ അവൾ കടിച്ച് പറിച്ച് ഈ സ്ഥിതിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഹാഫ് ഓഫ് ദ ഡേ ആ സൺഫ്ലവർ ഫാമിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഒരു ലൊക്കേഷനിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് അടുത്ത് തന്നെ ഒരു 1/2 hour ജേണി. അവിടെ പോയി നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് അവിടെ ബാക്കിയുള്ള ടൈം സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഐവിക്കും അടുത്ത് പോകുമെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങളൊക്കെ നല്ല ഉഷാറോടുകൂടിയാണ്. ട്രൈ ചെയ്ത് നോക്കാം ഐവി എൻജോയ് ചെയ്യുമോ.